റോഡിലെ കുഴിയിൽ വീണ് വീട്ടമ്മ മരിച്ച പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ പ്രതിഷേധവുമായി ബി.ജെ.പിയും കോൺഗ്രസും. പാലക്കാട് പൊള്ളാച്ചി അന്തർ സംസ്ഥാന പാത പ്രവർത്തകർ ഇന്ന് ഉപരോധിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് കോൺഗ്രസ് ബി.ജെ.പി പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചു പോയി. സൂരജ് സജി ഈ പറയുന്ന കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും തത്സമയം ചേരുകയാണ്. പറയൂ. ഇന്നലെ രാത്രിയാണ് ജയന്തി എന്ന വീട്ടമ്മ ഈ കാണുന്ന റോഡിലെ കുഴിയിൽ വീണ മരിച്ചത്. ഏറെക്കാലമായി ഇവർ പറയുന്നത് ഏകദേശം ഒരു 12 കിലോമീറ്റർ ദൂരമാണ് ഈ കൊഴിഞ്ഞാമ്പാറയിൽ ഇരട്ടക്കുളം മുതൽ ഗോവിന്ദാപുരം വരെയുള്ള ഗോപാലപുരം വരെയുള്ള 12 കിലോമീറ്റർ ദൂരം അത് കുണ്ടും കുഴിയുമായി തീർന്നിരിക്കുന്നു. 4 ജീവനുകൾ ഒരു വർഷത്തിനിടയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ബി.ജെ.പിയും കോൺഗ്രസും എല്ലാം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആ കുഴിയിൽ വാഴ നട്ടുകൊണ്ട് പ്രതിഷേധിച്ചിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോയത്? അതെ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും നടന്നിട്ടും കണ്ണടച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കണ്ണിൽ പൊടിയുന്ന പോലെ തന്നെ റോഡിലും കുഴി ഇപ്പോൾ പൊടിയിട്ടിട്ട് പോവുകയാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ രാവിലെ വന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോകുമ്പോൾ അത് നിരന്തരമല്ല. അതുപോലെ തന്നെയാണ് വൈകുന്നേരങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും റോഡിൽ തന്നെ കത്തുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഒരു 15 ദിവസമായിട്ട് കത്താതെ മിഞ്ഞാന്ന് ബഹളം വെച്ചിട്ടാണ് ACB എന്ന് വന്നത് ശരിയാക്കി കൊടുത്തത്. ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയൽ പറയും, പല പ്രശ്നങ്ങൾ. ഈ കരാറുകാരൻ തന്നെ പറയുന്നത് എന്തൊരു പണിയെടുത്ത് 3 ദിവസം കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞ കരാറുകാരൻ ഇപ്പോൾ ചെയ്യാത്തത് പണമില്ല. കരാറെടുത്തു, ഈ റോഡിനെ സംബന്ധിച്ച് കരാറെടുത്തു, പക്ഷേ ഇതുവരെയും പണി മുന്നോട്ട് പോയിട്ടില്ല. പണി മുന്നോട്ട് പോകാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കാശ് കൊടുക്കുന്നില്ല. ഇത് നമ്മളെ ഒരു വർഷം മുമ്പ് ഇതൊരു വലിയൊരു പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ PWD പോയി കണ്ടു. ഈ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ റോഡല്ല, PWD റോഡ് ഞങ്ങളുടെ റോഡല്ല, കിഫ്ബിയുടെ റോഡാണെന്നാണ് പറയുന്നത്. ഈ കിഫ്ബിയുടെ റോഡ് എടുത്ത് ഇപ്പോൾ ചോദിക്കുമ്പോൾ അവർ ഞങ്ങൾക്കറിയില്ല. അവിടെ ഇപ്പോൾ ഈനെ വിളിച്ചു, കാലത്ത് ഈനെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഞാൻ പുതിയതായി ജോയിൻ ചെയ്താണ്, ഇനി അവിടെ ഞാൻ ആ കരാറുകാരനെ വിളിച്ചിട്ട് അവർ കരിക്കുംപട്ടിയിൽ പഠിപ്പിക്കാമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അവർ പറയുന്ന കരാറുകാരനെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് കാശ് തരുന്നില്ല, അതുകൊണ്ട് പിന്നെ എങ്ങനെ ചെയ്യുന്ന പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഈ വാഴ വെച്ച് നടന്നത് ഈ ഒരു ശോചനാവസ്ഥയും ഇത് നമ്മുടെ PWD മന്ത്രിയുടെ നെഞ്ഞത്ത് വാഴ വെക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താ പറയുക, അത്രയും ശോചനാവസ്ഥയാണ്. ഇതുപോലെ 30-40 ആക്സിഡൻ്റാണ്, മരണമല്ല. കുറേ ആൾക്കാർ കയ്യും കാലും പോയി ഒരുപാട് ആൾക്കാർ ഈ പ്രദേശത്തെ ഒരുപാട് ആൾക്കാർ കിടക്കുന്നുണ്ട്. എന്താ പറയുക, ഇത് തന്നെയാണ് വിഷയം. വിശ്വസിച്ച് വണ്ടി ഓടിക്കാൻ പറ്റില്ല അല്ലേ? ഇവിടെ സമരം നടത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മണിക്കൂറായി. ഇതുവരെ ഒരു ഉദ്യോഗസ്ഥൻ PWD ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തിയിട്ടില്ല. മാത്രമല്ല ഈ PWDയുടെ വികസനത്തിന് അഭിനന്ദിച്ച് നടക്കുന്ന റീലെടുത്തുകൊണ്ട് നടക്കുന്ന PWD മന്ത്രി റിയാസ് ഇതും കൂടി വന്നൊന്ന് റീലെടുത്ത് മാധ്യമങ്ങൾ വിടണം എന്നാണ് കോൺഗ്രസിനെ അഭ്യർത്ഥിക്കാനുള്ളത്. പേടിയാണ്, തീർച്ചയായും ഭയങ്കര പേടിയായിട്ടാണ്. ഇവിടെ എല്ലാവരുടെ അടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സാധാരണ ഇന്നിപ്പം ഒരു സഹോദരി മരിച്ചുപോയി, പക്ഷേ അവരുടെ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിന് ആര് നികത്തും? അതും കൂടെ നോക്കണമല്ലോ. അങ്ങനെ എത്ര മരണങ്ങൾ ഇവിടെ സംഭവിക്കുന്നു, അംഗവൈകല്യങ്ങൾ സംഭവിക്കുന്നു, ചിലവർ പാരലൈസ് ആയിട്ട് കിടക്കുന്ന പോലും നമ്മൾ അറിവിലുണ്ട്. അവരുടെയൊക്കെ കുടുംബത്തിനൊക്കെ ആരാണ് ഉത്തരവാദി? ഇന്ന് വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി, പക്ഷേ പോലീസ് അതുപോലും മുൻകൂട്ടി കണക്ക് കൂട്ടിയില്ല എന്ന് പറയുമ്പോൾ, അതായത് ഇവിടെ ഒരു സ്ത്രീ കുഴിയിൽ വീണ് മരിച്ചു, അത് നിസ്സാരമാണ്, ആരും പ്രതിഷേധിക്കില്ല എന്ന് പോലും പോലീസ് കണക്ക് കൂട്ടുന്ന തരത്തിലേക്ക് ഈ മരണം പോലും മാറി എന്നുള്ളതാണ്. നിസ്സഹായാവസ്ഥയാണ്, ദയനീയ സ്ഥിതിയാണ്, അടിയന്തരമായ പരിഹാരം അത് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്.